നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് വേഴമാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വേഴമാറ്റം ഓരോ രാശിക്കാർക്കും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മളിന്ന് പറഞ്ഞു വരുന്നത്. വേഴം എന്ന് പറയുമ്പോൾ ജ്യോതിഷശാസ്ത്രത്തിൽ സാമ്പത്തിക അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. മറ്റ് ഗ്രഹങ്ങൾ ഏതൊക്കെ സ്ഥാനത്ത് നിന്നാലും വേഴത്തിന് ബലം വേണം. വേഴം നീചത്തിലോ 12-ലോ ഒക്കെ പെട്ടുപോയാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സ്ഥിരമായി സൗഖ്യം അനുഭവിക്കാൻ പറ്റാതെ വരും. അത്ര ശക്തമാണ് ഒരു ജാതകത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പം വരെ. അപ്പോൾ പ്രകൃതിയിൽ തന്നെ മാറ്റം പ്രപഞ്ചത്തെ ബാധിക്കും. വേഴം ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് മിഥുന രാശിയിൽ നിന്ന് കർക്കടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കടകം വേഴത്തിൻ്റെ ഉച്ചരാശിയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഉച്ചരാശിയിൽ വേഴം സ്ഥിതി ചെയ്യുകയുള്ളൂ. ഒരു വേഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷം. അതൊരു 1 വർഷം ഓരോ രാശിയിൽ ഓരോ വർഷം വച്ച് നിൽക്കും. 12-ൽ നിന്ന് അല്ലെങ്കിൽ ഉച്ചത്തിൽ വരുന്ന ഒരേ ഒരു വർഷക്കാലമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഉച്ചത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി വെളുപ്പ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ വേഴഭഗവാൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. 1 വർഷത്തിലേറെ, 1 വർഷമാണ് വേഴവട്ടം. ചിലപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ടും. ഇപ്പോൾ 2027 ജൂൺ മാസം 25-ാം തീയതി ആയാലേ മാറുകയുള്ളൂ. ഇതിനിടയ്ക്ക് കുറച്ച് വക്രഗതിയിലേക്ക് മാറി നിൽക്കും. വക്രഗതിയെ പേടിക്കണ്ട. എല്ലാവരും വിചാരിക്കോ വേഴതാ മാറി നിൽക്കുന്നു, അത് കാര്യമാക്കണ്ട. ചിങ്ങത്തിലേക്ക് കുറച്ച് ദിവസം മാറും. വക്രഗതി പൂർവ്വഗതി ഫലത്തെ കൊടുക്കും. വക്രഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുണ്ട്, നമ്മൾ കുറച്ച് ദിവസം ഒരാവശ്യമായിട്ട് മാറി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് അവിടെ വലിയ സ്വാധീനമൊന്നുമില്ല, നമ്മളെ വീട്ടിൽ തന്നെയാണ് നമുക്ക് സ്വാധീനം എന്ന് പറഞ്ഞതുപോലെ വക്രഗതി ഒരു ചെറിയ വ്യത്യാസം വരുമെന്നുള്ളതിലൊഴിച്ച് പേടിക്കണ്ട. അപ്പോൾ വേഴം ഉച്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കിന്ന് മിഥുന രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. മിഥുന കൂറിൽ ജനിച്ച മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർ ആണ് മിഥുന രാശിക്കാർക്ക്. മിഥുന രാശിക്കാർക്ക് വേഴം 2-ലേക്ക് പ്രവേശിക്കുകയാണ്. 2 എന്ന് പറയുമ്പോൾ ധനസ്ഥാനം, 2 ധനസ്ഥാനം, വിദ്യാസ്ഥാനം, വാക്സ്ഥാനം. അപ്പോൾ നല്ല ഭാവത്തിലേക്ക് നിങ്ങൾക്കിതാ വേഴഭഗവാൻ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ കണ്ടകശനിയൊക്കെ ഉണ്ട്, ഇതൊക്കെ നിൽക്കണം. എന്തൊക്കെ ദോഷഭാവങ്ങൾ നിങ്ങൾക്ക് നിന്നാലും വേഴഭഗവാന്റെ ദേവസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രസ്ഥാനത്തേക്കുള്ള വരവ്, ധനസ്ഥാനത്തേക്കുള്ള വരവ് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകും. അതും ഉച്ചത്തിൽ വന്നിരിക്കുകയാണ്. 2-ൽ വന്നത് മാത്രമല്ല, ധനസ്ഥാനത്തേക്ക് ഉച്ചത്തിൽ വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ നമ്മൾ കുറേ സംരംഭങ്ങൾ ചെയ്തു വച്ചിരിക്കുകയാണ്, പക്ഷെ അതിൽ നിന്നൊന്നും പൈസ വരുന്നില്ല, ലാഭം ഒന്നും ആയി തുടങ്ങിയില്ല. അത് ലാഭത്തിലേക്ക് പോകും. വരുമാന മാർഗം ഉണ്ടാവും. ഇതുവരെ അങ്ങോട്ട് ചിലവാക്കിക്കൊണ്ട് നിന്നത് ഇനി നമുക്ക് ലാഭത്തിലേക്ക് വരും. അതുപോലെ വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസം ചെയ്യുന്നവർ, കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് പ്രായമൊന്നുമില്ല. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രം. വിദ്യാസംബന്ധമായി നല്ല വിജയ സാധ്യത ഉണ്ടാവും. ഹയർ സ്റ്റഡീസിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാവും. അതുപോലെ വിദ്യാസ്ഥാനം മാത്രമല്ല, കായിക കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഐശ്വര്യപ്രദമായ പ്രശസ്തിക്കും
മറ്റ് കാരണമായി ഭവിക്കും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. നല്ല സമയമാണ്. സമയത്തെ വിനിയോഗിക്കൊള്ളുക. സമയം പോയതിന് ശേഷം ഓരോ ദിവസവും നമുക്ക് ചിലപ്പോൾ ചുരുക്കം ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 10 വർഷത്തിൽ ചുരുക്കം വർഷങ്ങളായിരിക്കും നമുക്ക് ഗുണപ്രദമായ വർഷങ്ങൾ. അതിനെ വിനിയോഗിക്കുന്നവനാണ് മിടുക്കൻ. അവസരത്തെ വിനിയോഗിക്കുന്നവനാണ് മിടുക്കൻ. സമയം നമ്മളെ നോക്കി നിൽക്കില്ല, നമ്മൾ സമയത്തെ നോക്കി നിൽക്കണം. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലപ്രദമായി വന്നിരിക്കുകയാണ്. അപ്പോൾ സമയത്തെ വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തിനാണ്? നമ്മൾ ഈ യൂട്യൂബിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കാനും വേണ്ടി ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയുന്നത്. പലപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടാതെ വരും. പ്രോഗ്രാം തീർന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയണേ. അതുകൊണ്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയണേ. അതുപോലെ ഇതുപോലെ നല്ല സമയം വന്നു, നമുക്കൊപ്പം മറ്റുള്ളവരും കൂടി രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മിഥുന രാശിക്കാർക്ക് എല്ലാ പേർക്കും ഗുരുവിൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.